കൂട്ടുകാരെ, അപ്പം ഇന്ന് ഞാനൊരു വീഡിയോയും ചെയ്തില്ല കേട്ടോ, ഒന്നും ചെയ്തില്ല. കാരണം ഇന്നലെ വൈകുന്നേരം വീട്ടിൽ ഇന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഛർദി, വയറുവേദന, കൈയും കാലൊക്കെ കുഴയുക, തലകറങ്ങുക, എന്തൊക്കെയോ അസ്വസ്ഥതയായിരുന്നു. രാവിലെ കുറേ ഛർദ്ദിച്ചു. മോൾക്ക് പോകണ്ടേ കൊണ്ട് എങ്ങനെയോ എഴുന്നേറ്റ് അവൾക്ക് ചോറ് മാത്രം ഉണ്ടാക്കി, പിന്നെ മുട്ട പൊരിച്ചു കൊടുത്തു, അച്ചാറുണ്ടായിരുന്നു, അത് മതി എന്ന് പറഞ്ഞോളൂ, അതും കൊണ്ട് പോയി. ചായക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി, അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പോലും എനിക്കറിയില്ല, എങ്ങനെയല്ല ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് ഉപ്പുമാവും ചായയും കുടിച്ചു, അത് മൊത്തം ഛർദ്ദിച്ചു. പിന്നെ എനിക്ക് തല കറങ്ങിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റിയിട്ട് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര ഛർദി. അപ്പോൾ അവിടെ തന്നെ കടന്നു. പിന്നെ ഒരു 10 മണി 10:15 ആയപ്പോഴാണ് ഒരു ഓട്ടോ വിളിച്ച് ഞാൻ കടയിൽ വന്നേട്ടോ. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഭയങ്കര ഛർദിയായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആശുപത്രിയിൽ പോയില്ല. ചേച്ചി പറഞ്ഞു ആശുപത്രിയിൽ പോയി കാണിക്കാൻ. ഞാൻ ആന്നൊക്കെ പറഞ്ഞു ഇവിടെ കടന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കടേൻ്റെ ഇപ്പുറത്തുള്ള കടയിലെ ചേട്ടൻ വന്നിട്ട് ഞാൻ ഛർദിക്കുന്നുണ്ടപ്പോൾ ചേട്ടൻ പോയിട്ടൊരു ലെമൺ ടീ വാങ്ങിക്കൊണ്ടിട്ടുള്ളൂ. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരാശ്വാസമായി. എന്നാലും തലയ്ക്കൊരു മന്തിപ്പുണ്ട്, അപ്പം ഛർദിയൊക്കെ നിന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരി അപ്പുറത്തെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന മെസ്സ്, ഇവിടെ അടുത്തുള്ള താത്തയുടെ മെസ്സിൽ നിൽക്കുന്ന അവളെനിക്ക് ഉപ്പിട്ട് നല്ല ചൂട് കഞ്ഞിവെള്ളവും കൊണ്ടു തന്നു. അത് കുടിച്ചു. ഒക്കെ കൂടെ ആയപ്പോൾ ഇപ്പോൾ ഒന്ന് ശരിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോയും ചെയ്തില്ലല്ലോ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് പറയാമല്ലോ എന്ന് വിചാരിച്ചു വന്നാട്ടോ. എന്താണ് പറ്റിയതെന്ന് പെട്ടെന്ന് ചില സമയത്ത് കാലാവസ്ഥേൻ്റെ കൊണ്ടാണോ അതോ എന്താ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവൊക്കെ കഴിക്കുന്നതാണ്, എന്താണ് പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് പറ്റാണ്ടായിപ്പോയി. അത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്താ പറയുക, നമുക്കൊരു എന്താ ആവുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറയാനറിയില്ല. പക്ഷെ ഭയങ്കര ഒരു അസ്വസ്ഥത, തല കറങ്ങുകയാണോ, ഊരയ്ക്ക് കീപ്പോട്ട് തളർന്നു പോവുകയാണോ, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യ. കിടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു പരവേശം എടുക്കുന്നൊരു ബുദ്ധിമുട്ട് വരില്ലേ, മരണവെപ്രാളം എന്നൊക്കെ പറയും പോലെ എനിക്ക് തോന്നുക, പറയാൻ തോന്നുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. കുറച്ച് സമയത്തേക്ക് ഒരു മണിക്കൂർ 1-2 മണിക്കൂർ ഞാൻ വിചാരിച്ച് മരിക്കാൻ പോവുകയാണോ, എന്തായിരിക്കും പറ്റിയത്. ഇപ്പം ആലോചിക്കുമ്പോൾ ചിരി വരുന്നു. അപ്പം ഞാൻ കരയായിരുന്നു. പിന്നെ എൻ്റെ മോൻ വിളിച്ചിട്ട് കുറേ ആയിരുന്നു, അവൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫോണില്ലാത്തത് കൊണ്ട് വിളിച്ചിട്ട് കുറേ ആയിരുന്നു. ഇന്നലെ അവനൊരു ഫോൺ വാങ്ങിയെന്ന് പറഞ്ഞു. ഇന്നലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി എനിക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ ചെന്നതേ കുളിച്ച് ഞാൻ ചായയും കുടിച്ച് കയറി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോളാണ് റിപ്ലൈ ഒക്കെ കൊടുത്തത്. അപ്പോൾ ഇന്ന് രാവിലെ അവൻ വിളിച്ചു. കുറേ ദിവസം കൂടി ഓനെ കണ്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം കരഞ്ഞു ഓനെ കണ്ടപ്പോൾ, ഓനെയും കൂടെ കരയിച്ചു. പിന്നെ വർത്താനൊക്കെ പറഞ്ഞു. അവൻ എൻ്റെ സങ്കടം മാറ്റാൻ പറഞ്ഞു. അമ്മ സുന്ദരിയായി, അമ്മ മുടി ഇങ്ങനെ വെട്ടിയപ്പോൾ അമ്മ സുന്ദരി അതൊക്കെ പറഞ്ഞു. അവൻ എന്നെ അവിടുന്ന് ഭയങ്കരമായിട്ട് പൊക്കി പറയാട്ടോ. അപ്പോൾ പിന്നെ പിന്നെ അവനോട് അങ്ങനെ തമാശ പറഞ്ഞു നിന്നപ്പോൾ ആ സങ്കടമൊക്കെ മാറി. നമ്മൾ കുറേ ദിവസം കാണാണ്ടാകുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണല്ലോ. അപ്പോൾ അവനാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണ്. ഫോൺ കംപ്ലൈൻ്റ് ആയപ്പോൾ എന്നെ വിളിക്കാനും വയ്യ. കാണാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഓനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഓനെ കണ്ട് പകുതി അസുഖം മാറി. പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ശരിയായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് റീലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ. ബൈ.